പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളെ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെയും നീ ആശീർവദിക്കണം. കർത്താവെ, അങ്ങയുടെ മക്കള് ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും കർത്താവിൻ്റെ ശക്തി നിറയട്ടെ. കർത്താവെ, അങ്ങയുടെ മക്കള് ഇന്ന് യാത്ര തിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തം നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നമ്മൾ പറഞ്ഞത് എന്താണെന്നറിയാവോ? അത് ഇപ്പം നമ്മൾ എഞ്ചിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ കണ്ടത് എന്താണ്? ഇന്നലെ കണ്ടത് ഔട്ട്ലെറ്റിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? വേസ്റ്റ് വാട്ടർ എഴുതി ഒഴുകിപ്പോകാനുള്ള ഒരു എഞ്ചിൻ ഉണ്ടെങ്കിൽ, ഒരു കിച്ചൺ ഉണ്ടെങ്കിൽ ഒക്കെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഒരു എഞ്ചിൻ ഉണ്ടെങ്കിൽ ഈ പുക പോകാൻ വേണ്ടിയുള്ള വേറെ ഒരു ഇതാണ് എക്സോസ്റ്റ് പൈപ്പൊക്കെ പോലുള്ള സംഭവമില്ലേ? അതിനാളാണ് ഈ എഞ്ചിൻ ഹീറ്റ് പുറപ്പെടുവിക്കുമ്പോൾ ഓവർ ഹീറ്റായിട്ട് വരുന്നത് തണുക്കാൻ വേണ്ടി, ഹീറ്റ് തള്ളിക്കളയാൻ വേണ്ടിയാണ് എക്സോസ്റ്റ് പൈപ്പ് ഉള്ളത്. ആ എക്സോസ്റ്റ് പൈപ്പ് വേറൊരു സംഭവമാണ്, വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റുള്ള ഒരു സംഭവമാണ്. എക്സോസ്റ്റ് പൈപ്പ് ഉണ്ടാകും ഓവർ ഗ്യാസ്, ഓവർ ഹീറ്റ് പോകാൻ വേണ്ടി. അതുപോലെ ആധ്യാത്മിക ജീവിതത്തിലും ജീവിച്ചു വരുമ്പോൾ ഒരു എക്സോസ്റ്റ് പൈപ്പ് ഉണ്ട് ഓവർ ഹീറ്റ് തള്ളിക്കളയാൻ വേണ്ടി. എന്താണെന്നറിയാവോ?
ലൂക്കാ 16:9 ഞാൻ നിങ്ങളോട് പറയുന്നു അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ. അത് നിങ്ങളെ കൈവെടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യ കൂടാരങ്ങളിൽ സ്വീകരിക്കും. അധാർമിക സമ്പത്തിന്റെ കുഴപ്പം നമ്മളെ റിജക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു എക്സോസ്റ്റ് പൈപ്പ് വെച്ചിരിക്കുകയാണ്. എന്താണ്? അതായത് പാപകരമായ പണം കയ്യിലുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് കൊടുത്ത് ചാപ്റ്റർ ക്ലോസ് ചെയ്യണം. പിന്നെ നിങ്ങൾ കൊടുക്കത്തില്ലെന്ന് ഞാൻ പറയത്തില്ല, നിങ്ങൾ കൊടുക്കും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പാമ്പ് കടിച്ചു, നമ്മൾ എന്ത് ചെയ്യും? ആ രക്തം ഒഴുക്കിക്കളയും. എന്തുമാത്രം ഒഴുക്കും? പകുതി ഒഴുക്കിയേക്കാം, പകുതി അവിടെ ഇരിക്കട്ടെ. അങ്ങനെ കാണുന്നത് അല്ല. ഈ കള്ളത്തരം കാലത്ത് കള്ളക്കണക്ക് ഉണ്ടാക്കണവന്മാരെല്ലാം ഈ ദാനധർമ്മം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ്? പാമ്പ് കടിക്കുമ്പോൾ പകുതി രക്തം ഒഴുക്കിക്കളയും. പകുതി രക്തം അവിടെ ഇരിക്കുമെന്ന് വിചാരിക്കുവോ? ഇല്ല, മൊത്തം ഒഴുക്കിക്കളയണം. ധാർമ്മിക സമ്പത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്ത് ഒരു അംശം ആൾക്കാർക്ക് കൊടുക്കും. പെണ്ണ് കെട്ടി ആൾക്കാരെ കല്യാണം കഴിപ്പിക്കാൻ, വീട് വെക്കാനൊക്കെ കൊടുക്കും. പക്ഷെ പകുതി നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ടല്ലോ. അപ്പൊ കൈ ഇവിടുന്ന് രാശി പറയണ മുമ്പ് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യേണ്ടി വരും. ധാർമ്മിക സമ്പത്തിന്റെ കാര്യത്തിൽ ഇത് ഒരു ഔട്ട്ലെറ്റാണ്, എക്സോസ് പൈപ്പാണ്. എഞ്ചിന് ഓവർ ഹീറ്റ് തള്ളിക്കളയാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. കർത്താവ് തന്നിരിക്കുന്ന പ്രൊവിഷൻ, ഈശോ ഉണ്ടാക്കിയൊരു പ്രൊവിഷൻ. അനുതാപം പോലെ, വേസ്റ്റ് വാട്ടറിന് അനുതാപം പോലെ വേസ്റ്റ് ഹീറ്റ് പോകുന്നതിന് വേണ്ടിയാണ് എക്സോസ് പൈപ്പ് വെച്ചിരിക്കുന്നത്. അതാണ് അധാർമിക സമ്പത്ത്. പക്ഷെ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധാർമിക സമ്പത്തുള്ള ആൾക്കാരും കണക്ക് സർക്കാരിനെ വെട്ടിക്കുന്നവരും അല്ലാത്ത ആൾക്കാരും ഒക്കെ പലതരത്തിൽ സഹോദരന്മാരെ പറ്റിക്കുന്നവരൊക്കെ ഇല്ലേ, സഹോദരിമാരെ പറ്റിക്കുന്നവരില്ലേ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചെയ്യുമ്പോൾ ഈ സാധനം കൊടുക്കും. ഇനി അപ്പനും അമ്മനും കയ്യിലെടുത്തോണ്ട് ആങ്ങളമാരെ പറ്റിക്കുന്നവരില്ലേ, എന്തുമാത്രം പെമ്പിളേരാണ്. പലപ്പോഴും സങ്കടം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ കാലത്ത് നിങ്ങൾ പെമ്പിളേർ എന്നോട് കരുത്തക്കയറുമെന്ന് അറിയത്തില്ല, എനിക്ക് തോന്നിയിരിക്കുന്ന സങ്കടകരമായ ഒരു അവസ്ഥ ഉണ്ട്. പല കുടുംബങ്ങളിലും ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് ആൺപിള്ളേരാണ് ഇന്നത്തെ കാലത്ത്. വെച്ചാൽ ഈ പെൺപിള്ളേർ ഒന്നുകിൽ അവർ പഠിക്കും, കുത്തിയിരുന്ന് പഠിക്കും, അവർക്ക് ജോലിയൊക്കെ വാങ്ങിക്കും അവർ. എന്നിട്ട് പിന്നെ എന്താ അവരാണ് മാക്സിമം അപ്പനും അമ്മേനെയും ഉപയോഗിക്കുന്നത്. കാര്യം അവർ ഈ ആമ്പിള്ളേർക്കാണെങ്കിൽ ജോലി കിട്ടാൻ താമസിക്കും, അവർ ചില പഠിത്തത്തിൽ പുറകായിരിക്കും. പക്ഷെ എന്ത് പറ്റും? അപ്പനും അമ്മയും പണമുള്ളവരുടെ കൂടെ അല്ലേ നിൽക്കത്തുള്ളൂ. അപ്പം അവരുടെ ശമ്പളക്കാരുടെ പണം വെച്ചുകൊണ്ട് അവർ പറഞ്ഞാൽ കേട്ടുണ്ട്. അപ്പം ഈ ആമ്പിള്ളേർക്ക് എന്ത് പറ്റും? അവർക്ക് കല്യാണം കഴിക്കാൻ പറ്റണില്ല, അവർക്ക് പണമില്ല, അപ്പനും അമ്മയും അവർ കേൾക്കണില്ല. അവർ പെൺമക്കൾ പറഞ്ഞ മട്ടിലൊക്കെ അപ്പനമ്മയും ഒപ്പിട്ട് കൊടുത്തിരിക്കും. അവസാനം അവരും വീട് പോയില്ലാതെയാവും. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അനീതികൾ ഒത്തിരി ഉണ്ട്. അധാർമികമായ സമ്പത്ത് എന്ന് പറയുന്നത് ഇതാണ്. അധാർമികമായ സമ്പത്ത് ആടകൻ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് തോന്നണത് ഫസ്റ്റ് ചെയ്യാവുന്നത്, നിങ്ങൾ സ്നേഹിതന്മാരെ സമ്പാദിക്കുന്ന മുമ്പ് ആദ്യം നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നാണ് ആ പണം, ആർക്കാണ് നിങ്ങളിങ്ങനെ തരികട കാണിച്ചപ്പോൾ നഷ്ടപ്പെട്ടത്, അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതും പറ്റിയില്ലെങ്കിൽ മാത്രമേ സ്നേഹിതന്മാർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ രഹസ്യന്മാർക്ക് കൊടുത്ത ഈശോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് അണ്ടർസ്റ്റുഡാണ്. ആദ്യം അത് ആർക്കാണ് നഷ്ടപ്പെടുത്തി അവർക്കാണത് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ കൊടുത്ത് ചാപ്റ്റർ ക്ലോസ് ചെയ്യേണ്ടത്. എൻ്റെ മക്കളെ, ഞാൻ പറയുന്നത് ചിലപ്പോൾ വിശ്വസിക്കുന്നതിലിരിക്കും, പക്ഷെ നിങ്ങൾ പണി മേടിക്കും. എന്താ കാര്യം? ഈശോ പറഞ്ഞതിന് എനിക്കും പറയാനുള്ളത്, ഞാൻ പോകുന്നു, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കുമെന്ന്. അതുപോലെ ഞാൻ അമ്മയെ നേരെ കണ്ടത് കൊണ്ടാണ് സ്വർഗം എന്താണെന്നതിനെ കുറിച്ച് എനിക്ക് വ്യക്തതയുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കാർക്കശ്യമായിട്ട് സംസാരിക്കുന്നത്. അല്ലാതെ താത്വിക പ്രബോധനം നടത്തുകയോ അല്ലാതെ ഒരു ദൈവശാസ്ത്ര പ്രമേയത്തിന് ഒരു നിലപാടെടുക്കുകയോ ചെയ്യണ അല്ല വിഷയം. അനുദിനമുള്ള ജീവിത പ്രശ്നത്തിൽ സുവിശേഷവിഹിതമായ ജീവിതത്തിൽ പാളിച്ചകൾ വരുമ്പോൾ അത് നമ്മൾ റെക്ടിഫൈ ചെയ്യണം. അല്ല നമ്മൾ ഒരു കാരണവശാലും ഒരു മനുഷ്യനെ സോപ്പിട്ടിട്ടാ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാലത്തെ പറ്റുന്ന രീതിയിൽ മനുഷ്യനെ സുഖിപ്പിക്കാൻ വേണ്ടി മാത്രം ആൾക്കാർ രക്ഷപ്പെടുത്താൻ വേണ്ടി ബൈബിള് വ്യാഖ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല. ചില അണ്ണന്മാർ രക്ഷപ്പെടാതിരിക്കുന്ന കാരണം അവന്മാരുടെ കയ്യിരിപ്പ് കൊണ്ട് തന്നെയാണ്. അവർ ദൈവത്തെ മാറ്റി നിർത്തി അവരുടേതായിട്ടുള്ള സുഖങ്ങൾക്ക് പോയിട്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ നിന്ന് പണി മേടിച്ച് വരുമ്പോഴാണ് മോങ്ങിക്കൊണ്ട് വരണത്. ചിലപ്പോൾ റിജക്റ്റായി പോകും, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പ്രഭു ഞങ്ങൾക്കും തുറന്നു തരണമേ, പോയി പണി നോക്കാൻ പറയും.
ഐ ഡോണ്ട് നോ യു, എനിക്ക് നിങ്ങളെ അറിയത്തില്ലെന്നല്ലേ പറയണത്. ഇന്നിപ്പോ ബൈബിൾ എന്തുകൊണ്ടാണ് കർക്കശമായിട്ട് പ്രഘോഷിക്കാത്തത്? അനുതാപത്തെക്കുറിച്ച് എന്താ പറയാത്തത്? ഞാൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കും. എനിക്ക് ഭയങ്കരമായ ഒരു പ്രാർത്ഥന ആവശ്യമുള്ളൊരു മേഖലയാണിത്. അതായത് ആത്മീയ വിഷയം കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും കൃത്യമായ ദിശാബോധങ്ങൾ ഉണ്ടാകാനും ക്രിസ്തു എന്ന് പറഞ്ഞ ആളിൻ്റെ രക്തത്തിൻ്റെ വിലക്ക് പ്രതികാരം ചെയ്യാനുള്ള ഒരു ഒരു പ്രതിബദ്ധത നമുക്ക് വേണ്ടാണ്. സഭയുടെ പേരിൽ വരുന്നുണ്ടെങ്കിൽ ആത്മരക്ഷയായിരിക്കണം ആദ്യത്തെ സംഭവം. ആത്മരക്ഷയ്ക്ക് കുറഞ്ഞ വേറെ ഒരു കാര്യത്തിനും വലിയ പ്രാധാന്യമൊന്നുമില്ല. മത്തായി 7:22-23. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അതെ, ഇതൊക്കെയാണ് അവസ്ഥ. നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെന്ന് കൂടിയുണ്ട്. ഈ അനീതി പ്രവർത്തിക്കുന്നവരെന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഈ അധാർമിക സമ്പത്ത് നമ്മളെ കയ്യിൽ നിന്ന് കളയണത്. മാതാവിനെ കുറിച്ചുള്ള ദൈവികമായ കാഴ്ചപ്പാടുകൾ ഒരു പ്രാദേശികമായ ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ നെഞ്ചിലെ മാതാവിൻ്റെ നെഞ്ചിൽ അന്ന് കാണിച്ച സമയഘടികാരമാണ്. ഭൂമിയിലെ സമയം ഒരു ജീവിത വിഷയമായി നിൽക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും അമ്മയുടെ മാധ്യസ്ഥത്തിൽ ദൈവിക തീരുമാനം ഉണ്ടാകുമെന്നുള്ള സൂചനയാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിങ്ങൾ കുറച്ചുകൂടി കവനന്റ് കോൺഫിഡൻസ് ഉണ്ടാകാമെന്ന് എൻ്റെ അപേക്ഷ. കവനന്റ് എടുക്കുന്നവരെ ആരാണ് കവനന്റ് ഹാർവസ്റ്റിംഗ് നടത്തുന്നത്? കവനന്റിലെ കോൺഫിഡൻസ് ഉള്ളവരാണ്. ചിലർക്ക് കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ആത്മവിശ്വാസം. നമ്മുടെ കവനന്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകണം. പലരുടെയും ഒരു വിഷയം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായിരിക്കുന്നത്, ചിലർക്ക് അത്ര കണ്ട ആത്മവിശ്വാസം ഇല്ല. അതുകൊണ്ടാണ് അവരുടെ കവനൻ്റെ ഉടമ്പടി പമ്മി നിൽക്കുന്നതിൻ്റെ കാരണം. ചിലർക്ക് വെടിക്കെട്ട് ആത്മവിശ്വാസമാണ്. ചിലർ പറയാം അമ്മയുടെ മുമ്പിലൊന്ന് ചെന്ന് നിന്നാൽ മതിയെന്ന് പറയും. അവരുടെ അനുഭവം അവരുടെ വിശ്വാസത്തിന് ആനുപാതികമായിരിക്കും. ചിലർ പറയും പോയി നോക്കാം, എടുത്ത് നോക്കാം, എങ്ങനെ ഇരിക്കുന്നു വരട്ടെ. നമ്മുടെ ഈ പ്രശ്നമെന്നൊക്കെ പറയുന്നത് എന്തൊരു ഗുരുതരമായ പ്രശ്നമാണ്. ഇതൊക്കെ ആരെക്കൊണ്ട് സാധിക്കും? ദൈവത്തിൽ പോലും അവർക്ക് ദൈവത്തിനെ കൊണ്ട് പറ്റുമെന്നാണ് അവർക്ക്. ഈ പണ്ടത്തെ അവരുടെ വിശ്വാസപ്രകാരം ചെറിയ ചെറിയ കാര്യങ്ങളാണ് ദൈവം ചെയ്യണത്, വലിയ കാര്യങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ് ചെയ്യണം. എന്താണ് പ്രശ്നം? ആൾക്കാരുടെ ഒരു അപ്രോച്ചിൻ്റെ പ്രോബ്ലം ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ്, യുവർ കൺസെപ്റ്റ് അബൌട്ട് ഫെയ്ത്ത് ആൻഡ് ഫെയ്ത്ത് കണ്ടൻറ്റ്, ഇതെല്ലാം ലിറ്റിൽ ഗോഡാണ്. ചെറിയ ദൈവങ്ങൾ വല്ല പനി മാറ്റുക, ജലദോഷം മാറ്റുക, ഇങ്ങനെയൊക്കെയുള്ള. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ 7 കോടി കടവാണ്, ദൈവത്തിന് പോലും ഇത് ചെയ്യാൻ പറ്റുമോ? ചില ആൾക്കാർ ചെയ്യുക ദൈവത്തിന് പോലും നടക്കില്ലെന്ന് പറയും. എന്ന് വെച്ചാൽ അവരുടെ ദൈവം അത് ഒരു പ്രത്യേക ബ്ലാസ്ഫെമിയാണ്. അങ്ങനെ ദൈവത്തിന് പോലും പറ്റുമെന്ന് ചിന്തിക്കണ പോലും ബ്ലാസ്ഫെമിയാണ്. എന്ന് വെച്ചാൽ എന്താ പറയേണ്ടത്, ദൈവശാപം കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റണമെന്ന് വെച്ചാൽ അല്ല, ആദ്യമേ ഓർക്കേണ്ട ഇതാണ്. ഇപ്പം തന്നെ പാടിയ പാട്ട് എന്താണ്? ഹബക്കൂക്ക് 1:5 എന്താണ്? പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി. എന്ന് വെച്ചാൽ നിൻ്റെ ചിന്തയ്ക്ക്, ബുദ്ധിക്ക്, ആലോചനയ്ക്ക്, അറിവിന്, അനുഭവത്തിന് അപ്പുറത്ത് ഉള്ള പ്രവൃത്തികളാണ് ദൈവം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊരു വിശ്വാസം. ഇപ്പോൾ ഇന്നലെ ഒരു മണിപ്പൂരിൽ നിന്ന് ഒരു ദമ്പതികൾ വന്ന്, അപ്പോൾ അവരത്ര അകലെന്ന് വന്ന കാരണം ഞാൻ അവരെ അപ്പം തന്നെ കണ്ടവർ. അല്ലെങ്കിൽ പിന്നെ അവർ ഉടമ്പടി എടുത്തിട്ട് ഇവിടെ വന്ന് നിന്നപ്പോൾ ഞാൻ വിളിച്ചവരെ. കാര്യം അവർ ഇവിടെ ഫ്ലൈറ്റിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് അടുത്ത ഫ്ലൈറ്റ് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അവർ അത്രയും ദൂരെ എന്നൊക്കെ വരുമ്പോൾ കാണേണ്ടത് ഒരു ധാർമ്മികമായ ഒരു വിഷയമാണ്. അപ്പോൾ ഞാനവരെ വിളിച്ചു, ഞാൻ ചോദിച്ചു വിഷയം എന്താണെന്ന് തിരക്കി. അപ്പോൾ അവർക്ക് 7 കോടി രൂപയുടെ കടമാണ്, അതാണ് വിഷയം. അപ്പോൾ ആരോ അച്ഛന്മാർ അവിടുത്തെ സലീഷ് അച്ഛൻ ഗൈഡ് ചെയ്തതാണ് കൃപാസനത്തിലോട്ട്. അപ്പോൾ അച്ഛന്മാരായാലും ശരി, അവർക്ക് ഇപ്പോഴേ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്.
ഒരു മനുഷ്യന് ഒരു വലിയ ആപത്ത് വന്നാൽ അഭയം പ്രാപിക്കാനുള്ള ഒരു സ്ഥലമാണ് അമ്മയുടെ നെഞ്ചകം. അപ്പം അതുകൊണ്ട് അച്ഛനെ അവരെ പറഞ്ഞു വിട്ട്. പക്ഷെ ഞാൻ അതുപോലെ തന്നെ അവരെ സ്വീകരിച്ച് അവരുടെ പേപ്പറൊക്കെ നോക്കി. പേപ്പറെല്ലാം ഓക്കെയാണ്, അവരുടെ ഉടമ്പടിയും അതെല്ലാം കറക്റ്റാണ്. ഞാനൊരു കാര്യം ചോദിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് അവർക്ക് ഇനി ഇപ്പോൾ മണിപ്പൂരിലെ വിഷയങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിന് കടവും കൂടി വന്നപ്പോൾ സർവൈവിങ്ങിന് പാടാണ്. അപ്പം ഞാനിത് കൊണ്ടുവന്ന് ഈശോയെടുത്ത് കൊടുത്തു. ഇവരുടെ ചീട്ട് അമ്മയുടെ അടുത്ത് കൊടുത്തിട്ട് മധ്യസ്ഥം വായിച്ചിട്ട് കൊണ്ട് ഈശോ, അതാണല്ലോ ഇവിടെ പ്രൊസീജിയർ. ആദ്യം അമ്മയുടെ അടുത്ത് വെച്ച് അത് മധ്യസ്ഥം വായിച്ചിട്ട് കൊണ്ട് ഈശോയുടെ കാൽപാദങ്ങൾ വെക്കുമ്പോൾ ഉടനെ ഒരു വലിയ താക്കോല്. അപ്പം ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ. താക്കോൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, കവനൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് താക്കോല്. അതൊരു ദർശനമാണ്. അപ്പം എൻ്റെ അർത്ഥം ആ വിഷയം ദൈവം തുറക്കാൻ പോകണം. നമുക്ക് തുറക്കാൻ പറ്റാത്ത വിഷയമാണത്. ദൈവം അത് തുറക്കാൻ പോകണം. അതെന്താ ഈ താക്കോൽ എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തതിൻ്റെ കാരണം, തലേ ദിവസം ഇന്നലെ വേറെ ഒരു സഹോദരി, അവരുടെ പേര് സാന്ദ്ര സന്തോഷ്, കോട്ടയം. സാന്ദ്ര സന്തോഷിൻ്റെ ജീവിതം ഇതുപോലെ അടഞ്ഞു പോയ ജീവിതമാണ്. സാന്ദ്ര സന്തോഷിന് ഇതുപോലെ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. സാന്ദ്ര സന്തോഷ് പറഞ്ഞ് ഞാൻ കല്യാണം കഴിച്ചിട്ട് ഞങ്ങൾ ആദ്യം വന്നത് ഇവിടെയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ആദ്യം വന്നത് ഇവിടെയാണ്. ഇവിടെ വരാൻ വേണ്ടി വന്നതല്ല, വേളാങ്കണ്ണിലോട്ട് പോണ വഴിക്ക് എൻ്റെ ബാഗെ കൂടി പോയപ്പോൾ മാതാവിൻ്റെ മുമ്പിൽ ഇറങ്ങിയതാണ്. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ സാന്ദ്രയുടെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു കുറച്ച് മനോവിചാരങ്ങളുണ്ട്. ഈ വിശ്വാസവും വിചാരവും തമ്മിൽ ഭയങ്കര കണ്ടൻ്റാണ്. നിങ്ങൾ പലപ്പോഴും പണിമേടിക്കണം. നിങ്ങൾ വാ പൊളിച്ചില്ലെങ്കിൽ നിങ്ങൾ പണിമേടിക്കാൻ സാധ്യതയുണ്ട്. ചില ആൾക്കാർ വാ പൊളിച്ചാലല്ല കണ്ണക്കുറിട്ട് അടി മേടിക്കത്തുള്ളൂ. ചില വാ പൊളിച്ചില്ലെങ്കിൽ അടി പാർസൽ മേടിക്കും. വിചാരിച്ചാൽ മതി. നമ്മുടെ അതാണ് വിചാരവും വിശ്വാസവും തമ്മിൽ. ആദ്യം വിശ്വാസം വിചാര രൂപത്തിലാണ് രൂപപ്പെട്ട് വരുന്നത്. നിങ്ങൾ എന്ത് വിചാരിക്കുന്നു അതാണ് നിങ്ങളുടെ വിശ്വാസം. അപ്പോൾ ഈ വിചാരം എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയേക്കണം. എന്താ കാര്യത്തിൽ ഇപ്പോൾ രക്തസ്രാവക്കാരി എന്താണ് വിചാരിച്ചെന്നല്ലേ പറയണത്. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും സ്പർശിക്കാൻ ഇടയായാൽ താൻ സൗഖ്യപ്പെടുമെന്ന് അവൾ ഉള്ളിൽ കരുതിയിരുന്നു. അപ്പോൾ ആ വിശ്വാസം ആദ്യം തന്നെ എവിടുന്നാണ്? കരുതലിലാണ് വന്നത്. അപ്പോൾ നിസ്സാരമല്ല. നിങ്ങൾക്ക് കൃപാസന മാതാവിനെക്കുറിച്ച് വല്ല പൊട്ടക്കരുതലുമാണെങ്കിൽ അടി പാർസൽ മേടിച്ചിട്ടേ പോകത്തുള്ളൂ. കാര്യം അതോടുകൂടി തന്നെ നിങ്ങൾ കരുതൽ തീരുമാനം. പിന്നെ നിങ്ങൾ എന്ത് അഭ്യാസം കാണിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ അത് കരുതൽ മാർക്കോസ് 5:28. അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞ അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു. അപ്പോൾ വസ്ത്രത്തിൽ തൊട്ടാൽ സുഖം പ്രാപിക്കുമെന്ന് വിശ്വസിച്ച ഈശോ പറഞ്ഞത് എന്താണ്? സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ വിശ്വാസം അവളിലുണ്ടായത് എങ്ങനെയാണ്? വാക്കിലൂടെ അല്ല പറഞ്ഞത്, പിന്നെ എന്താ? വിചാരത്തിലൂടെയാണ്. അപ്പോൾ ഈ സാന്ദ്ര സന്തോഷിൻ്റെ വിചാരം എന്താണെന്നറിയാവോ? അവളിവിടെ ഭർത്താവുമായിട്ട് ഇവിടെ വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ അവളെ വെള്ളിയിൽ വിചാരിക്കുകയും എന്നാത്തിനായിത്തെ വരച്ച് കിട്ടിയ ആൾക്കാരെല്ലാം കൂടി ഇവിടെ വന്ന വല്ല കാര്യം ഉണ്ടാകും. അതാണ് അവളുടെ വിചാരം. അവളുടെ വിചാരം അതാണ്, ഇത്രയും തിരക്കാണിക്കേണ്ട വല്ല കാര്യമുണ്ട്. എന്നിട്ട് അവർക്ക് അതിനെക്കുറിച്ച് അത്രയും നോളജുള്ളു. എന്ത് കഥ അറിഞ്ഞിട്ടാണ് ഈ ആൾക്കാർ ഈ ഡിസൈനിൽ കയറണമെന്നാണ് തല ചിന്തിക്കുന്നത്. അങ്ങനെയാണ് ചിന്തി. അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ട് അവർ വെള്ളങ്ങളിലേക്ക് പോയി. പക്ഷെ എപ്പോഴും നമുക്ക് അങ്ങനെ വല്ല ചിന്ത ഉണ്ടെങ്കിൽ ഭാവി കാര്യങ്ങളിലൊരു പണി തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. എന്താ കാര്യം? നിങ്ങൾ വിശുദ്ധമായൊരു സ്ഥലത്ത് വന്നിട്ട് ദൈവിക പദ്ധതി മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കഴിവില്ലാത്ത ഒരു ഉരുപ്പടിയായിപ്പോയി. നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലുള്ളത് 10,000 സാക്ഷ്യങ്ങളാണ്. അനുദിനം മനുഷ്യർ പറയുന്ന ദൈവാനുഭവങ്ങൾ, അത് മാത്രം കേട്ടാൽ മതി. ഇവളിങ്ങനെ പറഞ്ഞു പോയെങ്കിലും അവൾ ദൈവത്തിനെതിരൊന്നുമല്ലേ. ഇവിടെ എന്തിനാണ് ആൾക്കാരിങ്ങനെ ഇടിച്ചു തല്ലണത്? ഇതൊക്കെ വല്ല അറിഞ്ഞിട്ടാണ്, വല്ല ഉള്ള കാര്യമാണ് എന്നുള്ള ചിന്ത അവർക്ക് അറിയത്തില്ലല്ലേ. അവർക്ക് ഈ വിഷയത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഫസ്റ്റ് ടൈം ഹീസ് കമ്മിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം, കുറച്ച് കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ കല്ല് കടിക്കാൻ തുടങ്ങി. നല്ലൊരു ഭർത്താവിനെ കിട്ടിയതാണ്, മര്യാദയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ നമ്മളെപ്പോഴും നിങ്ങൾക്ക് എപ്പോഴും വരുന്നൊരു പ്രശ്നമേ, നിങ്ങൾ എപ്പോഴും അസമയത്തും സമയത്തും പ്രാർത്ഥനയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യരുത്. ഇപ്പോൾ ചെറിയ പറയാം, നല്ല ഭർത്താവിനെ കിട്ടി, സന്തോഷമാണ്, അവർക്ക് ജോലിയുണ്ട്, ഞങ്ങൾക്ക് ജോലിയുണ്ട്, പിന്നെ കുഞ്ഞിനെ കിട്ടി, ജീവിക്കാനൊരു വീടൊക്കെ ആയി, ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരുണ്ട്, എല്ലാം ഹൈഫൈ ആണെന്ന് പറഞ്ഞാൽ നിങ്ങളെ പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഇപ്പം സാന്ദ്ര പറയുന്നുണ്ടത് സാക്ഷ്യത്തിൽ. ഞാൻ നല്ലവണ്ണം ബൈബിൾ വായിക്കുന്ന ആളായിരുന്നു. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് കിടന്നുറങ്ങണ മുമ്പ് ബൈബിൾ വായിച്ചേക്കണമെന്ന്. കിടന്നുറങ്ങണതിന് മുമ്പ്
നീ ബൈബിൾ വായിച്ചിട്ടേ കിടന്നുറങ്ങാം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ബൈബിൾ വായിക്കാത്ത ദിവസങ്ങളില്ലെന്നാണ് പറയണത്. ബൈബിൾ വായിക്കാത്ത ദിവസങ്ങളില്ല. പക്ഷേ നല്ല ഭർത്താവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ, അതുപോലെ തന്നെ ജീവിതത്തിൽ നിക്കക്കള്ളിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ആദ്യം അത് ബാധിച്ചത് എവിടെയാണ്? പ്രാർത്ഥനാ ജീവിതത്തെയാണ് ബാധിക്കണത്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കൊരു നല്ല കാലം വന്നാൽ നിങ്ങൾക്ക് ആത്മീയമായിട്ടൊരു മോശം കാലം തുടങ്ങിയെന്ന് പറയാം. നിങ്ങൾക്കൊരു നല്ല കാലം വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആത്മീയമായിട്ട് അധികം പ്രാർത്ഥനയില്ലാത്ത, ദൈവാശ്രയമില്ലാത്ത ഒരു മോശം കാലം വരും. അതൊന്ന് മനസ്സിലാക്കാം. കാര്യം നല്ല കാലം കൈകാര്യം ചെയ്ത് വന്ന മിസ്റ്റേക്കാണത്. നല്ല കാലം വരുമ്പോൾ അതുപോലെ തന്നെ ദൈവത്തോടും, ഇപ്പം ദൈവത്തിനെ കൊണ്ട് ചിലരെന്താ ചെയ്യണമെന്നറിയാമോ? എനിക്കിപ്പോൾ ഞാൻ എന്നാത്തിനാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്തവരുടെ അന്ധന്മാരുടെ കാലം ഇനി വർദ്ധിക്കുകയുള്ളൂ. ഇപ്പം നിങ്ങളെല്ലാം പോകുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് പലർക്കും യൂറോയിലാണ് ശമ്പളം കിട്ടുന്നത്. ഇന്ത്യൻ മണി എപ്പോഴും അതിൻ്റെ വാല്യൂ കുറഞ്ഞിരിക്കുന്ന സമയത്ത് യൂറോക്കാരൻ്റെ കണ്ണു പോകാനുള്ള സാധ്യതയുണ്ട്. എന്താണ്? അവൻ ചിന്തിക്കാത്ത കാശാണ് ശമ്പളമായിട്ട് അതിന് കിട്ടുന്നത്. അപ്പം അതിൻ്റെ കൂടെ ഫണ്ട് കിട്ടി, ജോലി കിട്ടി, ഫ്ലാറ്റ് കിട്ടി, ജീവിതം കിട്ടി. പിന്നെ എന്തിനാണ് ഇവർ പ്രാർത്ഥിക്കേണ്ടതെന്ന് ഇവർക്ക് അറിയത്തില്ല. അങ്ങനെ കുറേ ഒരു വംശം ഉണ്ടാകുന്നുണ്ട്, അന്ധതയുടെ ഒരു വംശം വരുന്നുണ്ട്. അത് എന്തിന് പ്രാർത്ഥിക്കണം? ഇപ്പം നിങ്ങളൊക്കെ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യമുണ്ടല്ലോ, ഇനി കാര്യമില്ലാത്ത കാലം വരും. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശാപകാലമെന്ന് പറയണത് അവൻ എന്തിനെ പ്രാർത്ഥിക്കണമെന്ന് അറിയേണ്ടാത്ത ഒരു കാലം വരുമ്പോഴാണ്. അപ്പോൾ മാത്രമേ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. പക്ഷേ ദൈവത്തിന് നിങ്ങളെ നേരത്തെ അറിയാം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു നല്ല കാലം വന്ന് ദൈവത്തെ ആശ്രയിക്കേണ്ടാത്ത കാലം വന്നാൽ പ്രാർത്ഥന ഡിമിനിഷ് ചെയ്യും, മങ്ങിപ്പോകുമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ഈ കാലത്ത് നല്ലവണ്ണം ആശ്രയിച്ച് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കാതെ ദൈവം ലാഗ് ചെയ്ത് കൊണ്ടുപോകണത്. കാര്യം ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവാനുഭവം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യത്തുള്ളൂ. ഇപ്പോൾ തന്നെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അനുഗ്രഹം കയ്യെത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഹൈഫൈവായി, പ്രാർത്ഥനാ ജീവിതം ഇല്ല. പിന്നെ ഇനി എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഇഷ്യൂ ഉണ്ടാകണം. അപ്പോൾ ഇഷ്യൂ ബേസ്ഡാണ് നമ്മുടെ ആധ്യാത്മികത. അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. ഒരു വിഷയബന്ധിയാണോ അതോ നമുക്കറിയാമല്ലോ ക്രിസ്തീയ ആധ്യാത്മികതയുടെ പ്രശ്നം അതൊരു വ്യക്തിബന്ധമാണ്. ആ ക്രിസ്തീയ എന്തുകൊണ്ടാണ് ഞാൻ ഇന്നലെ നമ്മുടെ ഇൻ്റർനാഷണലോട് പറയുമായിരുന്നു, why there are so many fervent martyrs, holy martyrs and saints in the Catholic Church? എന്തുകൊണ്ടാണ് ഈ കത്തോലിക്ക സഭയിൽ ഇത്ര കണ്ട് ധർമ്മരക്തസാക്ഷികളും വിശുദ്ധ രക്തസാക്ഷികളും ഉള്ളത്? ബിക്കോസ് ഗോഡ് ഈസ് എ പേഴ്സൺ. ദൈവം ഒരു വ്യക്തി ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ബുദ്ധിസമൊക്കെ പറയുന്ന പോലെയും അല്ലെങ്കിൽ വേദിക് റിലിജനൊക്കെ പറയുന്ന പോലെ ഒരു തുരിയ സ്റ്റേജ് നമുക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. ഒരു പ്രാതിഭാസികമായ അനുഭവവും ആശയവാദങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രപഞ്ചത്തെ കാണുന്ന വേറെ കാഴ്ചപ്പാടുകളുണ്ട്. അതിലുള്ള യോഗിസ്റ്റിക് മെത്തേഡുകളുണ്ട്. അപ്പോൾ ആ മെത്തേഡെല്ലാം പ്രാപിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ ആ ഒരു ദൈവത്തെ വ്യക്തിയായിട്ട് നമുക്ക് അനുഭവിക്കാത്തോടത്തോളം കാലം നമുക്കുണ്ടാകുന്ന അനുഭവം ഒരു മെറ്റാഫിസിക്കലായിട്ടുള്ള അനുഭവങ്ങളാണ്. അതിൽ ഒരു വ്യക്തിയെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരാളിനെ ഒരു മെറ്റാഫിസിക്കൽ യാഥാർത്ഥ്യത്തിലേക്ക് ഒരു വ്യക്തിക്ക് അവൻ്റെ ലൈഫ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം? ഇവിടെ പക്ഷേ അങ്ങനെയല്ല. ഗോഡ് ഈസ് എ പേഴ്സൺ. ഇത് വ്യക്തി, ക്രിസ്തു ഒരു വ്യക്തിയാണ്. സോ വി ക്യാൻ ഹാവ് എ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. നമുക്ക് ദൈവവുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻ ഉണ്ടാകും. പേഴ്സണൽ റിലേഷൻ അറിയാമല്ലോ. വ്യക്തിപരമായ റിലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മനുഷ്യർ അതിനുവേണ്ടി ജീവിക്കും, ചിലപ്പോൾ മരിച്ചെന്നും വരും. അതുകൊണ്ട് തന്നെ ഈ എപ്പോഴും ദൈവമായിട്ടുള്ള എല്ലാ ഇടപാടുകളും പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിഷയഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. ദൈവം ഒരു വ്യക്തിയായത് കൊണ്ടാണ് ഇന്ദ്രിയങ്ങൾക്ക് അനുഭവവേദ്യമായി വരുന്നത്. ഇന്ദ്രിയങ്ങൾ എത്ര എണ്ണം ഉണ്ട് നമുക്ക്? മൂക്കുണ്ട്, നാക്കുണ്ട്, ത്വക്കുണ്ട്, പിന്നെന്താണ്, ചെവിയുണ്ട്, കണ്ണുണ്ട്, അല്ലേ? ഇത്രയും 5 ഇന്ദ്രിയങ്ങളുണ്ട്. ഈ 5 ഇന്ദ്രിയങ്ങൾക്കും ബൈബിളിലെ ദൈവം ഗോചരീഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അനുഭവം, അപ്പം ഞങ്ങളെപ്പോലെയുള്ള ഈ ധർമ്മശാസ്ത്രം ചെയ്യുന്ന ആൾക്കാർ നോക്കണത് എല്ലാ ഇന്ദ്രിയങ്ങളിലേക്കും കൊണ്ടുവന്ന് ദൈവത്തിനെ ടാഞ്ചിബിളാക്കാൻ കഴിയുമോ? അതും ബൈബിളിൻ്റെ കാഴ്ചപ്പാടുകൾ എന്താണ്, സഭയുടെ പഠനങ്ങൾ എന്താണ്, ഇതൊക്കെയാണ് ഞങ്ങളെപ്പോഴും ധരിക്കണത്. ഇപ്പോൾ തന്നെ സാന്ദ്ര ഇവിടുന്ന് പോയി. എന്താ സാന്ദ്രയ്ക്ക് സംഭവിച്ചത്? സാന്ദ്ര പെട്ടെന്ന് ഡൈവേഴ്സായി. എനിക്ക് ഒരു ലൈഫ് തന്നെ കണ്ടില്ലേ, ഒരു പൗർണമിയിലേക്ക് നിന്ന് വെച്ചാൽ പെട്ടെന്ന് ജീവിതം അമാവാസിയിലേക്ക് കയറുകയാണ്. പൗർണമി എന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രനല്ലേ.
പൂർണ്ണചന്ദ്രൻ്റെ ആ ചന്ദ്രശോഭയെന്ന് പെട്ടെന്ന് അത് അമാവാസിയിലേക്ക് പോകും. അമാവാസിയിലേക്ക് പോകുമ്പോൾ എന്താ പറയണത്? ജീവിതം ഇരുണ്ട് പോകും. അവർ പിരിഞ്ഞു പോയി, കേസായിപ്പോയി. അവർ പിരിഞ്ഞും പോയി, കേസായിപ്പോയി. കേസായി കഴിഞ്ഞിട്ട് എന്താ പറ്റണത്? ഇങ്ങനെ കേസ്. അപ്പോൾ ലൈഫ് നോക്കിയാൽ നേരെ ഓപ്പോസിറ്റ്, നേരെ സൗത്ത് പോളിൽ നേരെ നോർത്ത് പോളിലേക്ക് വരിക. നേരെ ഓപ്പോസിറ്റ് അനുഭവങ്ങളാണ്. ഈ ഓപ്പോസിറ്റ് അനുഭവങ്ങളാകുമ്പോഴും ഈ സാന്ദ്രയുടെ ഹിസ്റ്ററി, ആ കേസ് ഹിസ്റ്ററി നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. എന്താണ്? സാന്ദ്രയ്ക്ക് ഒരു ഡിപ്പോസിറ്റ് ഉണ്ട് ജീവിതത്തിലെ. എന്ത് ഡിപ്പോസിറ്റാണ്? അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നീ ഉറങ്ങുന്നതിന് മുമ്പ് നീ ബൈബിൾ വായിച്ചിട്ടേ ഉറങ്ങാവൂ. അപ്പോൾ നമുക്ക് അത് അവളങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പഴയ നമ്മൾ അവർക്ക് ഇപ്പം ഞാൻ ബൈബിൾ വായിച്ചു, എനിക്ക് തന്നെ അതിനാ ഞാൻ അമ്മ പറഞ്ഞുകൊണ്ട് ഞാൻ ബൈബിൾ വായിച്ചെന്ന് പറയും. പക്ഷേ ദൈവം നിനക്ക് വേണ്ടി ഒരു ആസ്തി സ്വരൂപിക്കുകയും എപ്പോഴും നമ്മൾ കൊഴുത്ത പശുക്കളെ സ്വപ്നം കാണുമ്പോഴേ മെല്ലിച്ച പശുക്കളെ പ്രീസപ്പോസ് ചെയ്യേണ്ടി വരും. അതാണ് ബൈബിൾ നൽകുന്ന പാഠം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. 41:47 ഫറവോ ജോസഫിനോട് പറഞ്ഞു, സ്വപ്നം ഇതാണ്, ഞാൻ നൈലിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. കൊഴുത്ത് അഴകുള്ള 7 പശുക്കൾ നൈലിൽ നിന്ന് കയറി വന്ന് പുൽത്തകിടിയിൽ മേയാൻ തുടങ്ങി. അവയ്ക്ക് പുറകെ മെലിഞ്ഞ് വിരൂപമായ 7 പശുക്കളും കയറി വന്നു. അത്തരം പശുക്കളെ ഈജിപ്തിലെങ്ങും ഞാൻ കണ്ടിട്ടില്ല. ശോഷിച്ച് വിരൂപമായ ആ പശുക്കൾ ആദ്യത്തെ 7 കൊഴുത്ത പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു. എന്നാൽ മെലിഞ്ഞ പശുക്കൾ അവയെ വിഴുങ്ങിയെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം മുൻപെന്ന പോലെ തന്നെ ശോഷിച്ചാണ് അവ കാണപ്പെട്ടത്. വീണ്ടും സ്വപ്നത്തിൽ പുഷ്ടിയും അഴകുമുള്ള 7 കതിരുകൾ ഒരു തണ്ടിൽ വളർന്നു നിൽക്കുന്നതും ഞാൻ കണ്ടു. തുടർന്ന് ശുഷ്കിച്ചതും കിഴക്കൻ കാറ്റിൽ വാടിക്കരിഞ്ഞതുമായ 7 കതിരുകൾ പൊങ്ങി വന്നു. ശുഷ്കിച്ച കതിരുകൾ നല്ല കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു. എപ്പോഴും ജീവിതത്തിൻ്റെ നല്ല കാലങ്ങൾ, ഇപ്പോൾ എനിക്ക് ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചായിരുന്നു. സാന്ദ്രയല്ല, ജിഷ്മ എന്ന ആ കുട്ടിയുടെ പേര്. അവരുടെ ഒരു പുത്തൻകട, നെയ്യാറ്റിൻകര, അവരുടെ സ്റ്റോറിയാണ് ഈ പറയണത്. അപ്പോൾ ജിഷ്മയുടെ ആസ്തി എന്താണ്? ജിഷ്മ നേരത്തെ തന്നെ ബൈബിള് വായിക്കുമായിരുന്നു. അപ്പം നേരത്തെ നമ്മൾ നല്ല ഒരു നല്ല അഭിവൃദ്ധിയുടെ കാലത്ത് ആധ്യാത്മികതയിൽ വേരൂന്നിയാൽ ഇതെല്ലാം ഇങ്ങനെ ഡിപ്പോസിറ്റായിട്ട് കിടക്കും. അപ്പോൾ ജിഷ്മയ്ക്ക് അമ്മ പറഞ്ഞു കൊടുത്തിരിക്കണത് എന്താ? ഒരു കാരണവശാലും നീ ബൈബിൾ വായിക്കാതെ കിടന്നുറങ്ങരുത്. അപ്പോൾ വിവാഹം കഴിഞ്ഞെങ്കിലും അവൾ പ്രാർത്ഥനാ ജീവിതം അല്പം മങ്ങിപ്പോയെങ്കിലും ബൈബിള് വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉടമ്പടി എന്തെല്ലാം ഉണ്ട്? പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുണ്ട്. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ പറയുമ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണോട് ബന്ധപ്പെടുത്തി അമ്മ തന്നിരിക്കുന്ന ഒഫീഷ്യൽ ടൈം രാവിലെ 5:30 മണിക്കാണ്. അപ്പോൾ എവിടുന്നെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ നിങ്ങൾ ഉപദേശിക്കും, 3 മണിക്ക് പ്രാർത്ഥിക്കാം, 10 മണിക്ക് പ്രാർത്ഥിക്കാം, അത് അവരുടെ കാര്യം. ഇവിടും തന്നിരിക്കുന്ന വിഷയത്തിൻ്റെ മേലെ യാതൊരു കോംപ്രമൈസും ചെയ്യരുത്. അത് നിങ്ങൾ ദൈവത്തോട് ഉടമ്പടി ചെയ്തതാണ്. യു കനോട്ട് ചേഞ്ച് ഇറ്റ്. നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. 5:30 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പറയും ഞാൻ രാത്രിയാണ് പഠിക്കുന്നത്, അതൊക്കെ നിങ്ങളുടെ സ്വന്തം കാര്യം. ഉടമ്പടി എടുത്താൽ നിങ്ങൾ ആ ഉടമ്പടിയിലേക്ക് 5:30 ഡേറ്റിന് നിങ്ങൾ സമയത്ത് തന്നെ അത് കീപ്പ് ചെയ്യണം. കാര്യം നമ്മൾക്ക് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഉടമ്പടി പുസ്തകങ്ങൾ ഉടമ്പടി ദൈവം തരുമ്പോൾ അതിന് ടൈം പറഞ്ഞിരിക്കുന്നത് 5:30ആണ്. പുസ്തകം എഴുതുന്ന സമയത്താണ് ഇതെല്ലാം വെളിപ്പെടുത്തുന്നത്. എല്ലാം ചില മണ്ടികൾ അതൊക്കെ സമയം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാര്യം ഉടമ്പടിയാണിത്, അല്ല നിങ്ങൾ എന്തെങ്കിലും ഒരു ധാരണയല്ല. ഇറ്റ്സ് എ കവനൻറ്റ് ബേസ്ഡ് ഓൺ ബൈലാറ്ററൽ എഗ്രിമെൻറ്റാണ്. ദൈവമായിട്ട് ചെയ്തിരിക്കുന്ന എഗ്രിമെൻറ്റാണ്. നിങ്ങൾ വേറെ ഏത് സമയത്ത് പ്രാർത്ഥിക്കണം, അത് നിങ്ങളുടെ പേഴ്സണൽ വിഷയങ്ങളാണ്. പക്ഷേ ഉടമ്പടി വിഷയം പേഴ്സണൽ വിഷയമല്ല, വ്യക്തിപരമായ വിഷയമല്ല. അത് ഇവിടുന്ന് എന്താണ് ദൈവം ഒഫീഷ്യലായിട്ട് തന്നിരിക്കുന്നത് അതേ ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. അച്ഛൻ പറഞ്ഞ പോലെ ജിഷ്മയുടെ ലൈഫ് പെട്ടെന്ന് ഇങ്ങനെ അമാവാസിയായി മാറി. മൊത്തം ഇരുട്ട്. ഭർത്താവ് പിരിഞ്ഞു പോയി. തമ്മിൽ കാണാത്ത ദിവസങ്ങളായി, സംസാരിക്കാത്ത ദിവസങ്ങളായി, കേസുകളായി. അവൾക്ക് ജോലിയില്ല, ത്രാണി പോയി, അതിൻ്റെ ബേസ്മെൻറ്റ് ഒക്കെ പെട്ടെന്ന് പോകണം. കണ്ടിരുന്നില്ല നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ. ഈ പെട്ടെന്ന് നമ്മളെ ഭർത്താവ് പിരിഞ്ഞു പോകാം, ഭാര്യ പിരിഞ്ഞു പോകാം, സമ്പത്ത് നിങ്ങളെ പിരിഞ്ഞു പോകാം, നിങ്ങളുടെ പേര് നിങ്ങളെ പിരിഞ്ഞു പോകാം. അപ്പോഴെല്ലാം പിരിയാതെ നിൽക്കുന്ന ഒരാളുണ്ട്. അപ്പോഴും പിരിയാതെ നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ദൈവമായിട്ട് ഉടമ്പടിയാകണം നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം ഉടമ്പടിയിലേക്ക് കൊണ്ടുവരാൻ കാര്യം നമ്മുടെ കയ്യിലുള്ള ഭാര്യയായാലും ഭർത്താവായാലും അപ്പനായാലും മക്കളായാലും എല്ലാം പിരിഞ്ഞ് പോകും. പിന്നെ പിരിയാതിരിക്കുമെന്ന് ഒരാൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.
അത് ഉടമ്പടിയുടെ ബേസിൽ മാത്രമാണ്. ഞാൻ നിന്നെ ഒരു കാലത്തും വിട്ടു പിരിയത്തില്ലെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഭർത്താവ് പിരിഞ്ഞാലും ഭാര്യ പിരിഞ്ഞാലും മക്കൾ പിരിഞ്ഞാലും ആരോഗ്യം പിരിഞ്ഞാലും സമ്പത്ത് പിരിഞ്ഞാലും ഞാൻ നിന്നെ ഒരു കാലത്തും വിട്ടുപിരിയത്തില്ലെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് ഉടമ്പടി ബേസ്മെൻറ്റിലാണ്. അപ്പോൾ അഭിവൃദ്ധിയുടെ ഒരു കാലമാകുമ്പോഴും നമ്മൾ ദൈവത്തെ മറന്നില്ല എങ്കിൽ അത് ആസ്തി ഭദ്രതയ്ക്ക് കാരണമാകും. എങ്കിലും നിങ്ങൾ മെല്ലിച്ച പശുക്കളുടെ കാലം വരുമ്പോൾ, സങ്കടത്തിൻ്റെ കാലം വരുമ്പോൾ, ക്ലേശത്തിൻ്റെ കാലം വരുമ്പോൾ, ജിഷ്മയ്ക്ക് വന്ന പോലെ നല്ലൊരു കാലത്ത് നമ്മൾ മോശം കാലത്തേക്ക് പ്രവേശിച്ച് ഡൈവേഴ്സായി പോകുന്ന ഒരു ടൈം വരുമ്പോൾ, അപ്പോഴും ദൈവത്തിൻ്റെ ഭർത്താവ് ഡൈവേഴ്സായി പോയാലും ദൈവം ഡൈവേഴ്സായി പോകത്തില്ല. അതുകൊണ്ടാണ് ആമോസിൻ്റെ 18:12 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമോസ് 8:12. അന്ന് അവർ കടൽ മുതൽ കടൽ വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും അലഞ്ഞു നടക്കും. കർത്താവിന്റെ വചനം തേടി അവർ ഉഴലുമെങ്കിലും കണ്ടെത്തുകയില്ല. ഇങ്ങനെ ഒരു ആത്മീയ സിറ്റുവേഷൻ ഉണ്ട്. ഇത് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ സൂക്ഷിച്ചില്ലെങ്കിൽ ഫേസ് ചെയ്യേണ്ടി വരും. എന്താണ്? ആമോസ് 8:12 ഒന്നിന് വായിച്ചേ. അന്ന് അവർ കടൽ മുതൽ കടൽ വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും അലഞ്ഞു നടക്കും. കർത്താവിന്റെ വചനം തേടി അവർ ഉഴലുമെങ്കിലും കണ്ടെത്തുകയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരണത്? നല്ല കാലത്ത് കർത്താവിനെ സ്മരിക്കാത്തത് കൊണ്ടാണ്. ഇപ്പം ജിഷ്മയുടെ വിഷയം എന്താണ്? ജിഷ്മ നല്ല കാലത്ത് പ്രാർത്ഥിക്കാതെയും ബൈബിൾ വായിക്കാതെയും കിടന്ന് ഉറങ്ങിയിട്ടില്ല. ആസ്തി കിടപ്പുണ്ടത്. അത് കാരണം ഇപ്പോൾ ഡൈവേഴ്സായി, ക്ലേശക്കാലം വന്നിരിക്കുകയാണ്. പക്ഷേ ഭർത്താവ് ഡൈവേഴ്സായി പോയി, കർത്താവ് ഡൈവേഴ്സ് ആയിട്ടില്ല. കൈയടിച്ച് ശ്രുതികടല്ലേ. എപ്പോഴും നമ്മൾ ദൈവത്തെ കൺഫ്രണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നീയും നിൻ്റെ ദൈവവും മാത്രമാകുന്ന ഒരു ഹവറിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് പോകേണ്ടി വരും. ഞാനീ ദിവസങ്ങളിൽ ഒരു മരിപ്പിന് പോയായിരുന്നു. രോഗിയായി കിടന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ പോയി. പിന്നെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് ഞാൻ കാണാൻ പോയി. അപ്പോഴേ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, രോഗിയായി കിടക്കുന്ന സമയത്ത് കുറേ ആൾക്കാരൊക്കെ വരും, ഉറ്റവരൊക്കെ വരും. മരിച്ചു കഴിയുമ്പോൾ അടക്കത്തിന് ഒരു സാമ്രാജ്യത്തിലുള്ള ആൾക്കാരുണ്ടാവും, അല്ലേ? എല്ലാവരും വരും. കുഴിയാഴ്ചക്ക് പള്ളി വരുമ്പോൾ ഈ മരിച്ചത്ര ആൾക്കാർ കുഴിയാഴ്ചക്ക് ഉണ്ടാകത്തില്ല, അല്ലേ? കുറച്ച് ആൾക്കാർക്ക്, നമ്മളെ ഏറ്റവും അടുത്ത ആൾക്കാരൊക്കെ ഉണ്ടാകും. പിന്നെ 41 പറയുമ്പോൾ വലിയ അടിയന്തരമാണെങ്കിൽ കുറച്ച് ആൾക്കാരുണ്ടാവും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് മരിപ്പ് വീട്ടിലോട്ട് 1-2 പേരായിട്ട് ഒറ്റയും പെട്ടയുമായിട്ട് ബന്ധുക്കളും ഏറ്റവും അടുത്തവരൊക്കെ വന്നു പോകും. അവസാനത്തൊരു സീനുണ്ട്. ഈ ഭർത്താവ് മരിച്ച ഭാര്യയുടെ അവസാനത്തൊരു സീനുണ്ട്. എല്ലാവരും വന്നും പോയും കണ്ടും കെട്ടും പോയിട്ട് പിന്നെ ശാന്തമായിട്ട് മക്കൾ മാത്രമാകും. അവിടെ പെൺമക്കൾ ആ മക്കളെ മാത്രമാകും. എന്നിട്ട് അവസാനം ഈ മക്കളും ബാഗ് എടുത്തുകൊണ്ട് അവിടെ ലീവും കഴിഞ്ഞ് മരണവും കഴിഞ്ഞ് വിദേശത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പഠിക്കവരെ നമ്മൾ പോകും. പിന്നെ നമ്മൾ മാത്രമാകും. ഈ ഒരു സീൻ ഇതാണ് നമ്മുടെ ഒരു കാലത്തെ. ഇവിടെ നിൻ്റെ ദൈവം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇത് നമ്മൾ ട്രെയിൻ ചെയ്യണം നമ്മളെ തന്നെ. ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും രീതിയിൽ ഭാര്യയോ ഭർത്താവോ അഭിമുഖീകരിക്കേണ്ട ഒരു ടൈമാണ്. നീയും നിൻ്റെ ദൈവവും മാത്രം. ഈ കാലത്ത് ദൈവത്തിന് നിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം. എന്നാൽ നീ രക്ഷപ്പെട്ടു. എന്നാൽ സ്വർഗത്തിൽ നിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഈ കാലത്ത് ഇപ്പം ജിഷ്മയുടെ വിഷയം എന്താണ്? അവളുടെ എല്ലാവരും പിരിഞ്ഞു പോയി, ജോലിയുമില്ല, അവൾ 0 ആയിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയണത്? ചിലക്ക് സംബന്ധിച്ചിടത്തോളം ആ സമയം ആമോസിൻ്റെ 8:12 സമയമാണ്. എന്താണ്? കടൽ മുതൽ കടൽ വരെ, കടൽ മുതൽ കടൽ വരെയും വടക്ക് മുതൽ കടൽ മുതൽ കടൽ വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും അലഞ്ഞു നടക്കും. കർത്താവിന്റെ വചനം തേടി അവർ ഉഴലുമെങ്കിലും കണ്ടെത്തുകയില്ല. വടക്ക് മുതൽ കിഴക്ക് വരെ എന്ന് പറഞ്ഞത് ഇസ്രയേലിൻ്റെ ഒരു ജിയോഗ്രഫിക്കൽ ടോപ്പ്. അവർക്ക് പടിഞ്ഞാറ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഇവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ, ആൾപ്പാർപ്പില്ല. അതൊക്കെ കിഴക്കുണ്ട്, വടക്കും ആൾക്കാരുണ്ട്, കിഴക്കും ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ആൾക്കാരുടെ എല്ലാ കൂട്ടത്തിൽ ഇവൻ അലഞ്ഞു നടക്കുന്ന ഒരു കാലം ഉണ്ടാവും. ആൾക്കാരുടെ കൂട്ടത്തിൽ ഇവൻ അലഞ്ഞു നടക്കും. ഒരാൾക്കാരും പക്ഷേ ഇവിടെ ഉണ്ടാകത്തില്ല. അതാണ് പറഞ്ഞത്, ആരുമില്ല. ജനക്കൂട്ടത്തിലൊക്കെ എൻ്റെ ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരുടെയൊക്കെ സഹായത്തിലൊക്കെ ഞാൻ അലഞ്ഞു നടന്നു, പക്ഷേ എനിക്കാരുമില്ല. എന്ത് സംഭവിച്ചിരിക്കുന്നത്? കടൽ മുതൽ കടൽ വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും നീ ഉഴലും, എങ്കിലും കണ്ടെത്തുകയില്ല. അപ്പോൾ ഒന്നും കാണാൻ ഇവിടെയാണ്. ഇതാണ് ഒരു സ്പിരിച്വൽ ട്രാജഡി എന്ന് പറഞ്ഞ കാര്യം. ഈ ഒരു വിഷയത്തിൽ കണ്ടെത്താത്തത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ഒരു മസിൽ പവർ കൊണ്ടോ ഒരു ബുദ്ധി കൊണ്ടോ ഒരു ബന്ധം കൊണ്ടോ കണ്ടെത്താവുന്നൊരു മേഖല അല്ല ഇത്.
അതുകൊണ്ടാണ് ജെറമിയ പറയണത് ദൈവം തന്നെ ഈ സമയത്ത് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടി വരും, നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമുക്ക് ശ്വാസം കിട്ടാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വെന്റിലേറ്റർ വെക്കും അല്ലേ? നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. ശ്വാസം എടുക്കാൻ പറ്റാതെ വരുമ്പോൾ വെന്റിലേറ്റർ വെച്ച് കൊടുക്കും ശ്വസിക്കാൻ വേണ്ടി. അതുപോലെ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ പറ്റാതെ വരുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ ഓൺലൈനിൽ ആ ഗ്രീൻ ചാനലിലുള്ള ആളാണ്, നേരത്തെ ആസ്തിയുള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യും? ജെറമിയ 29:14 വർക്കൗട്ട് ചെയ്യും. എന്താണ്? നിങ്ങൾ പറഞ്ഞേ, എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. അപ്പൊ ഇങ്ങനെയുള്ള 0 ഹവറിൽ ദൈവം തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കും. അങ്ങനെ ഇനിഷ്യേറ്റീവ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല കാലത്ത് ദൈവത്തെ മറക്കാതെ ജീവിക്കണം. വീട്ടില്ലേ? മെസ്സേജ് ക്ലിയർ. നല്ല കാലത്ത്, ഒരുമാതിരിപ്പെട്ട വലിയ കുഴപ്പമില്ലാത്ത കാലത്ത് നിങ്ങൾ ഉഴപ്പ് കാണിക്കാതെ നടത്താം. മനസ്സിലായില്ലേ? കുഴപ്പമില്ലാത്ത കാലത്ത് കുടുംബ പ്രാർത്ഥന ഇല്ലാതെ തിയേറ്ററിൽ സിനിമയിലൊക്കെ ഇപ്പോൾ ഒളിച്ചിരുന്ന് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ പിടി വീഴുമെന്ന കാര്യം ഒരു ഉറപ്പാണ്. എന്താ? നിങ്ങൾ പോക്കറ്റിത്തരം കാണിച്ചില്ല. നിങ്ങൾക്ക് നല്ല കാലത്ത് നിങ്ങൾ കുടുംബ പ്രാർത്ഥന ഇല്ല, ഓരോരോ കാര്യം പറഞ്ഞ് അവർ വന്ന് ബന്ധുക്കൾ, ഇവർ വന്ന് ബന്ധുക്കൾ വന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കുടുംബ പ്രാർത്ഥനയിലൊക്കെ ഉഴപ്പി കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ ടാർഗറ്റായി, ബ്രാൻഡഡായി. അങ്ങനെ ചെയ്താൽ നിങ്ങൾ അനുദപിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നിങ്ങൾക്ക്. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ല നട്ടെല്ലുണ്ടാകണം. എന്താ കാര്യം? എന്തെല്ലാം പ്രശ്നമുണ്ടാകും, ഏതെല്ലാം എംബ്രാം വന്നാലും ശരി, കർത്താവിൻ്റെ സമയം ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല. അവിടെ കോംപ്രമൈസ്, ഒത്തുതീർപ്പ് ചെയ്യത്തില്ല. പ്രാർത്ഥിച്ച്, കർത്താവേ എൻ്റെ ജീവിതത്തിലെ എന്ത് തിരക്ക് വന്നാലും എത്ര വലിയ ആൾക്കാരുമായി കണ്ടുമുട്ടേണ്ടി വന്നാലും എൻ്റെ പ്രാർത്ഥനാ സമയം ഡാമേജ് ആകാതിരിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണം.